2026 ഇറങ്ങാൻ പോകുന്ന ഫോണുകളൊക്കെ വില കുത്തനെ ഉയരാൻ പോവുകയാണ്. സോ എന്താണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഫോണുകളൊക്കെ വില കുത്തനെ ഉയരാനാണ് നമുക്ക് പറയാൻ പറ്റും. ഓരോ കമ്പനികളുടെയും ഫ്ലാഗ്ഷിപ്പ് സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇറങ്ങുന്ന 2026 ഇത് കൂടത്തുള്ളൂ, ഇനി കുറയാനൊന്നും പോണില്ല. പക്ഷെ എന്താണ് ഇങ്ങനെ വില കൂടാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വില കൂടുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരൊക്കെ എന്താണ് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, അടിയിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് ഞെക്കിപ്പുറത്ത് ലൈക്കും ഉണ്ടാവും കൂടി ഞെക്കി കഴിഞ്ഞാൽ ഒന്ന് അടിപൊളിയായി. പിന്നെ നിങ്ങളൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചാനലുകൾ തുടങ്ങുന്ന നമുക്കൊക്കെ ഒന്നുണ്ട് വളരാൻ പറ്റുള്ളൂ. സോ അപ്പൊ അതൊക്കെ ചെയ്യാം. സോ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോ ഇട്ട് പോകുക. മെയിൻ ആയിട്ട് 2 റീസൺസ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ ഈ ഒരു വില കൂടാൻ കാരണം 2 റീസൺ. ഒന്ന് ചിപ്സെറ്റ് ആണ്. സോ ഇതുപോലത്തെ ചിപ്സെറ്റുകൾ ഓരോ കമ്പനികളും, സ്നാപ്ഡ്രാഗൺ ആയിക്കോട്ടെ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ആയിക്കോട്ടെ, മീഡിയ ടെക് ആയിക്കോട്ടെ, അവരുടെ എന്ത് ചെയ്യാണ്, അവരുടെ ചിപ്സെറ്റുകളുടെ വില ഇവരണ്ട് കൂട്ടാണ്. അതിന് കാരണം ഞാൻ പറയാം. ഓക്കെ, ഇവരെന്ത് ചെയ്യാണ്, ഇവരുടെ ചിപ്സെറ്റുകൾ വില ഇവരണ്ട് പറയുന്ന വിലക്ക് ചിപ്സെറ്റ് വാങ്ങാനല്ലാതെ വേറെ സ്മാർട്ട് ഫോൺ കമ്പനികൾ വേറെ വഴിയില്ല. ഓക്കെ, ഈ സ്നാപ്ഡ്രാഗൺ ആയിക്കോട്ടെ, മീഡിയ ടെക് ഒക്കെ അവർ പറയുന്ന വില ഉണ്ട് ചിപ്സെറ്റിന്, വിലാണ്ട് നല്ല രീതിക്ക് കൂട്ടി. ഇപ്പൊ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ചിപ്സെറ്റുകളൊക്കെ വിലാണ്ട് കൂട്ടി. സോ ഈ ഒരു പ്രൈസിന് ചിപ്സെറ്റ് ഇവർക്ക് വാങ്ങിയേ പറ്റുള്ളൂ. അതിന് മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ GPU CPU പോലത്തെ ചിപ്സെറ്റിൽ ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, GPU CPU, അതിന്റെയൊക്കെ വില, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയറിനൊക്കെ നല്ല രീതിക്ക് വില കൂടി. ഇതൊക്കെ വില കൂട്ടി. അങ്ങനെ എന്ത് ചെയ്തു, ഈ സ്നാപ്ഡ്രാഗൺ അതുപോലെ മീഡിയ ടെക് പോലത്തെ സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് വേണ്ടി ചിപ്സെറ്റ് കൊടുക്കുന്ന കമ്പനികൾ എന്ത് ചെയ്തു, ഇതിന്റെ ഒക്കെ കണ്ട് വില കൂട്ടി. അതിന് ഒരു റീസൺ ഗ്ലോബൽ ഇൻഫ്ലമേഷൻ ആണ്. എല്ലാത്തിന്റെ വില കൂടുന്ന പോലെ ഓരോ ഹാർഡ്വെയറിന്റെ വില കൂടി, ഓരോ റോ മെറ്റീരിയലിന്റെ വില കൂടി. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം, അത് ഉണ്ടാക്കുകയാണെങ്കിൽ വില ചെലവ്. അതൊരു ചെറിയ പോയിന്റ്. എന്നാൽ അത് മാത്രമല്ല, ഇന്ന് ഇപ്പോ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ കമ്പനികൾ ഉണ്ടല്ലോ, TSMC, ഫിൻഫിറ്റ്, സാംസങ് പോലത്തെ ചിപ്സെറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനി, ഇവരൊക്കെ എന്ത് ചെയ്ത് ഇവര് പറയുന്ന വിലക്കാണ്ട് ചിപ്സെറ്റ് വിൽക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് TSMC, സാംസങ് ഫിൻഫിറ്റ് ഒക്കെ ഔട്ടായി. എന്നാൽ TSMC ആണ് ഇപ്പൊ ഗ്ലോബലി ചിപ്സെറ്റുകൾ വിൽക്കുന്ന ആൾക്കാർ. ഇവരില്ലെങ്കിൽ വേറെ കമ്പനികൾക്കൊന്നും, ഈ ചിപ്സെറ്റ് കമ്പനികൾക്കൊന്നും നിൽക്കാൻ പറ്റില്ല. സോ ഇവര് പറയുന്ന വിലക്ക് ചിപ്സെറ്റ് ഉണ്ടാക്കി കൊടുക്കാനുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ സ്നാപ്ഡ്രാഗൺ, മീഡിയ ടെക് പോലത്തെ കമ്പനികൾ എന്ത് ചെയ്യാണ്, ഡിസൈൻ കൊടുത്തു. ഓക്കെ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസൈനിൽ, ഓക്കെ ഇങ്ങനത്തെ ചിപ്സെറ്റ് ആണ്, 2 നാനോമീറ്റർ ചിപ്സെറ്റ്, ഓക്കെ എന്താ പറയുക 3 നാനോമീറ്റർ ചിപ്സെറ്റ്, ഇങ്ങനത്തെ ചിപ്സെറ്റിൽ ഇത്ര നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്ന ഇങ്ങനെ ചിപ്സെറ്റ് വേണ്ടി ഒരു പ്ലാൻ ആയിട്ട് കൊടുക്കുകയാണ്. TSMC ആണ് ഇതിന് ഇങ്ങനെ ഒരു രൂപത്തേക്ക് 2 നാനോമീറ്റർ, 2 നാനോമീറ്റർ, 3 നാനോമീറ്റർ, 3 നാനോമീറ്ററിൽ പണി ഇത് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ, ഇവർക്ക് പറയുന്ന വില വാങ്ങാം. ഇവര് അപ്പൊ TSMC പറഞ്ഞു, ഓക്കെ ഞങ്ങൾ ചെയ്തുതരാം, പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയ വിലക്കൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ ഞങ്ങൾക്ക് ഇത്ര 10%, ഓക്കെ 20%, അല്ലെങ്കിൽ 30%, ഇപ്പൊ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഒരു 50% വരെയൊക്കെയാണ് ഓരോ ഓരോ ചിപ്സെറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നത്, വില കൂട്ടിച്ചു വയ്ക്കുന്നത്. ഇവർക്ക് ഈ വിലക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേറെ ആരും ഉണ്ടാക്കി തരാനും ഇല്ല. ഓക്കെ, ഇപ്പൊ ഇത്ര എഫിഷ്യന്റ് ആയിട്ട്, ഇത്ര പവർഫുൾ ആയിട്ട് TSMC അത്രയും ഇന്നത്തെ ഗ്ലോബലി ഉണ്ടാക്കി കൊടുക്കാനുള്ളൂ. സോ ഇവരെന്ത് ചെയ്യാണ്, ആ വിലക്ക് ചിപ്സെറ്റുകൾ വാങ്ങുകയാണ്. ഇവരെന്ത് ചെയ്യാണ്, ഈ ചിപ്സെറ്റുകൾ എന്തിനാ വാങ്ങുന്നത്, സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് വിൽക്കാനല്ലേ. ഈ സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് ഇവർ വിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ചിപ്സെറ്റുകളൊക്കെ വിലാണ്ട് കൂട്ടുകയാണ്. ചിപ്സെറ്റുകൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഓരോ ചിപ്സെറ്റിന്റെ ഒക്കെ ഇരട്ടി വിലക്കൊക്കെയാണ് ഇന്ന് ഓരോ ചിപ്സെറ്റുകൾ വിറ്റ് വന്നത്. സോ അപ്പൊ ഈ ചിപ്സെറ്റുകൾക്ക് ഇവര് വില കൂട്ടിയിട്ട് കൊടുക്കുന്നു. കാരണം TSMC ഇവർക്ക് ചിപ്സെറ്റ് ഉണ്ടാക്കി കൊടുത്താൽ നല്ല വിലക്കല്ലേ. സോ അപ്പൊ ഇവർക്ക് ലാഭം കിട്ടണല്ലോ. ഇവരെന്ത് ചെയ്യും, ഇവര് നല്ല വില കൂട്ടിയിട്ട് സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് വിറ്റ് കൊടുക്കുന്നു. സ്മാർട്ട് ഫോൺ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവർ ഇതിന്റെ ഇടയിൽ പെട്ടുപോയാൽ ഇവർക്ക് ഈ ഒരു പ്രൈസിന് ചിപ്സെറ്റ് വാങ്ങിയേ പറ്റുള്ളൂ, അല്ലാതെ ഇവര് ഫോൺ ഇറക്കാൻ പറ്റുമോ ഇല്ല. ഇവർ ഈ പ്രൈസിന് ചിപ്സെറ്റ് വാങ്ങുക, അപ്പൊ അതിനനുസരിച്ച് ഇവരെ ഫോണും വില കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ ഒക്കെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ IQ13 53,000 രൂപക്ക് ഇറങ്ങിയ ഫോണാണ്. അതിൽ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള IQ15 ഇറങ്ങിയപ്പോൾ 73,000 രൂപയ്ക്ക്, 20,000 രൂപ കൂടും. അതിനൊരു മെയിൻ എക്സാമ്പിൾ ആണ്. അതുപോലെ ഓരോ ബ്രാൻഡുകളും അവരെ ലേറ്റസ്റ്റ് കഴിഞ്ഞ വർഷത്തെ സീരീസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്തത്, വില കൂട്ടിയിട്ടാണ് ഫോണുകൾ ഇപ്പൊ ഇറക്കുന്നത്. സോ അതാണ് മെയിൻ റീസൺ ആയിട്ട് ഉള്ളത്. രണ്ടാമത്തെ റീസൺ എന്താ വെച്ചാൽ, അതെ AI കാരണമാണ് രണ്ടാമത്തെ റീസൺ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ AI നല്ല രീതിക്ക് അത്രയും ബിഗ് സ്കെയിലിൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നല്ല രീതിക്ക് AI റാം വേണം. ഈ റാമിന് നല്ല പൈസ വേണം. വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, നല്ല രീതിക്ക് പൈസ വേണം. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇത്രയും ഒരു പൈസക്ക് ഇവരെന്ത് ചെയ്യണം, AI ഓരോ ഫോണിലും നമുക്ക് നോക്കിയാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഓരോ ഫോണുകളിലും AI ഉണ്ട്. സോ ഈ AI നമ്മളിപ്പോ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു ഫോണിൽ AI ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ AI കൊണ്ടുതന്നെയാണ് നല്ല രീതിക്ക് റാം വേണം, നല്ല റാമുകൾ വേണം. ഈ റാമിന് നല്ല രീതിക്ക് പൈസ വേണം. അപ്പൊ എന്ത് ചെയ്യാൻ, ഈ റാം ഉണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ടല്ലോ, ഈ മൈക്രോൺ പോലത്തെ കമ്പനികള്, ഇവരൊക്കെ എന്താണ്, TSMC ആടിയ വില ഞങ്ങളൊരു പറഞ്ഞ വില കിട്ടും, അതിന് വേണ്ടിയിട്ട് ആ ഒരു പറഞ്ഞ വിലക്ക് റാം ഉണ്ടാക്കി തരും. അപ്പൊ എന്ത് ഈ റാം എടുത്തേ പറ്റുള്ളൂ, ഇവർക്ക് ഇത്ര ബിഗ് റാം എടുത്തേ പറ്റുള്ളൂ. കാരണം ഇവരെ AI എന്ത് ചെയ്യണം,
ഈ പരിപാടിയൊക്കെ അതിൽ കൊടുക്കണമെങ്കിൽ നല്ല രീതിക്ക് റാം വേണം. മിനിമം 8 GB റാം ഒക്കെ വേണം. സോ ഈ റാം എടുക്കണമെങ്കിൽ ഈ റാം ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികൾ ഒരു വില പറയാണ്. ഈ ഫോൺ കമ്പനികൾക്ക് എന്താ വെച്ചാൽ ആ വിലക്ക് റാം എടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് മറ്റൊരു റീസൺ വില കൂടാനുള്ള റീസൺ. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ ബഡ്ജറ്റ് ഫോണുകളിലൊക്കെ നമുക്ക് 8 GB റാം അതുപോലെ തന്നെ 8 GB റാം ഒക്കെ ഇപ്പൊ 20K ഉള്ള ഒരു എല്ലാ ഫോണുകളും വരുന്നത് 20K അണ്ടറുള്ള മിനിമം ബേസ് വേരിയന്റ് ഒരു 8 GB റാം ഉണ്ട്. സോ ഈ 8 GB റാം നമുക്ക് ബഡ്ജറ്റ് കാണാം. 20K എന്നല്ല അണ്ടർ 30K എനിക്ക് 8 GB റയർ ആയിരിക്കും. 30K ആണെങ്കിൽ ചില ഫോണിലൊക്കെ കാണാന്നല്ലാതെ ഇപ്പൊ 20Kന്റെ അടിയിൽ ഇനി 8 GB റാം കിട്ടൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ AI പ്രവർത്തിക്കണമെങ്കിൽ മിനിമം എന്ത് വേണം, 8 GB റാമെങ്കിൽ വേണം. നമുക്കറിയില്ല AI ഇത്രയും അടിപൊളിയാക്കി ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് ഇവർക്ക് ബിഗ് സ്കെയിലിൽ കൊണ്ടുവരണമെങ്കിൽ നല്ല രീതിക്ക് പൈസ വേണം. ഈ 25,000 രൂപക്ക് 20,000 രൂപക്കൊക്കെ ഇറക്കുന്ന ഫോണിൽ ഈ ഒരു 8 GB റാം കൊടുത്ത് എന്തായാലും AI കൊടുക്കണം. അപ്പൊ എന്താ മുതലാവില്ലല്ലോ. ഇവർക്ക് എന്താണ് മുതലാവില്ല. കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് AI ഇറക്കിയിട്ട് എന്തിന് ഈ 25,000 രൂപക്ക് 20,000 രൂപക്ക് ഇറങ്ങുന്ന ഫോണിൽ AI കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇവർക്ക് കയ്യിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ 70,000 75,000 80,000 രൂപക്കൊക്കെ ഇറങ്ങുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ എന്ത് ചെയ്യുന്നത്, AI കൊടുക്കുന്നത്. അവിടെ AI കൊടുക്കണം, അല്ലാതെ ഫോണുകൾ AI കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു പ്രൈസുള്ള ഫോണുകളൊക്കെ ഉണ്ട് AI കൊടുക്കും. അപ്പൊ അവർക്ക് അതിൽ നിന്ന് അങ്ങനെ മുതലാക്കാം. പക്ഷെ ഈ 25,000 20,000 രൂപ ഇറങ്ങുന്ന ഫോണിൽ AI കൊടുത്താൽ റെഡി ആവില്ല. ഇപ്പൊ 8 GB മിനിമം കൊടുക്കുന്ന AI അതിൽ എന്തായാലും ഉണ്ട്. കാരണം 8 GB റാമിൽ അവർ AI കൊടുക്കുന്ന. അപ്പൊ 8 GB ഫോണുകൾ അവർക്ക് ആ പ്രൈസിൽ കൊണ്ടുവരില്ല. അവരെന്ത് ചെയ്യും, അതൊക്കെ 8 GB എന്നുള്ള 6 GB ആക്കും. അപ്പൊ AI കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്യും, 25 20K നമുക്ക് 6 GB റാം ഫോണിലേക്ക് കാണാൻ പറ്റും. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള 2 റീസൺസ്. ഗൈസ് നമ്മൾ AI ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പലരും പറയും. ഓ ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയല്ല ഗൈസ്. കാരണം ഇപ്പൊ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്യാമറ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ എല്ലാം കിട്ടുന്നത് അതിനെ പ്രോസസ് ചെയ്ത് നല്ല ഹൈലൈറ്റ് ചെയ്ത് നല്ല ക്ലിയർ ആക്കിയിട്ട് അവർ അതിനെ പ്രോസസ് ചെയ്തൊരു ഫോട്ടോ തരുന്നില്ലേ. ഈ പ്രോസസ്സിങ്ങിന് എന്ത് വേണം, AI വേണം. അപ്പൊ നമ്മൾ അവിടെ AI ഉപയോഗിക്കുന്നില്ലേ, നമ്മൾ ക്യാമറ ഫോട്ടോ എടുക്കുന്ന ആളല്ലേ. ഇനി പോട്ടെ, ഈ ചിപ്സെറ്റ് ഇത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞു AI ഉപയോഗിക്കുന്നില്ലേ. നമ്മൾ ഗെയിം കളിക്കുന്ന ആൾക്കാരല്ലേ, അവിടെ എന്തിനാ ഇത്രയും നല്ല എഫിഷ്യന്റ് ആയിട്ട് ഇത്രയും പവർഫുൾ ആയിട്ട് AI എന്താണ് ഗെയിം കളിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് AI ടെക്നോളജി കാരണമാണ്. അതുപോലെ തന്നെ ബാറ്ററി 5000 mAh ഇറങ്ങുന്ന ഫോണുകൾ വരെ നല്ല എഫിഷ്യന്റാ. 120 Hz റിഫ്രഷ് റേറ്റ് ഓടുന്ന ഫോണുകൾ ലൈവ് വാൾപേപ്പർ ഇട്ടിട്ട് വരെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഒരു 5000 mAh നല്ല രീതിക്ക് എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യുന്നത്. കാരണം അവിടെ എന്തുണ്ട്, അത്ര ഒപ്റ്റിമൈസ് ആയിട്ട് ആ ബാറ്ററി വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ AI ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫോണുകളിൽ ഓരോ പാർട്ടിക്കിളിലും AI നല്ല രീതിക്ക് ഇൻവോൾവ്ഡ് ആണ്. സോ അപ്പൊ നമ്മൾ AI ഉപയോഗിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിന് നമ്മൾ ഇത് കൊടുക്കണം എന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും നിങ്ങളെ കാര്യങ്ങൾ കമന്റ് ചെയ്യുക. ഇത്രയുള്ള വീഡിയോസ് ഒക്കെ ഇത്രയുള്ള വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ എന്ത് വ്യൂസ് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്, എന്താണെന്ന് അറിയുന്നതെന്ന് കമന്റ് ചെയ്യുക. തുടക്കം കുറച്ച് വ്യൂസ് ആയിരുന്നു, ഇപ്പൊ വ്യൂസ് സ്റ്റക്കായി നിൽക്കുകയാണ്. ഒരു 1-2 മണിക്കൂർ കയറി നോക്കിയാൽ 4-5 വ്യൂസ് ഒക്കെ കയറിയിട്ടുണ്ടാവുള്ളൂ. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. സോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ അറിയുന്നവരൊക്കെ. ആൻഡ് ഈ ടെക് ന്യൂസസും അതുപോലെ സ്മാർട്ട് ഫോൺ റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ. വന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ എന്തായാലും ഇത്രയുള്ള വീഡിയോ. ബൈ.